അരി കൂത്തത് പുട്ടിന് പൊടിക്കാനായിട്ട് നമ്മൾ ജാറിലിടുക. കൂത്ത് വെച്ചതായിരുന്നു. പുട്ടിനുള്ള അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ചിലിട്ട് ഇടഞ്ഞെടുക്കാം. അരിപ്പരിട്ട് ഇടഞ്ഞെടുക്കണം അല്ലേ? ഇടഞ്ഞെടുക്കണം. എന്തിനാ ഇതിന്? ഇതാണല്ലേ അരി, പൊടിയാത്ത അരി ഉണ്ടാവും അതിനകത്തല്ലേ? ഇതിനകത്ത് പൊടിയാത്ത അരി നുറുങ്ങിയതൊക്കെ കാണും. അരി വറക്കുന്നില്ല, അരിപ്പൊടി വറക്കുന്നില്ല. അരിപ്പൊടി വറക്കുക. പുട്ടിൻ്റെ വേറൊന്നും അരിപ്പൊടി വറക്കണം. ഈ വറക്കാതെ ഉണ്ടാക്കിയാൽ എന്താ പറ്റുമോ? വറക്കാതെ ഉണ്ടാക്കിയാൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇലയെ പരത്തി അപ്പത്തിനോ ഇതെങ്ങനെ അറിയാൻ പറ്റുമോ? ഇത് എന്താണ്ട് പാകത്തിന് മൂത്തെന്നുള്ളത് ആവി വരുന്നു. പിന്നെ പുട്ടിൻ്റെ മണവും വരുന്നു. അതല്ലേ? ഇടുന്നു. വെള്ളം തണുത്തുള്ള ചൂടുവെള്ളം. അല്പം തേങ്ങ ഇടുന്നടിക്ക് നമ്മൾ പൊടി നനച്ച് വെച്ചിരുന്നത് വാരിയിടുക. ഇടയ്ക്ക് തേങ്ങ ഇടും. ഇടയ്ക്ക് തേങ്ങ ഇടും. എന്നിട്ട് ഇച്ചിരി തേങ്ങ ഇടാം. അമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ നേരത്തെ? ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടില്ല, പുട്ടുകുറ്റിക്കകത്തല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പരീക്ഷണം അല്ലേ? ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. ഇനി അടച്ചു വെക്കല്ലേ? അടച്ച് വെച്ചിട്ട് തീ വെച്ച് ആവിയൊക്കെ പറഞ്ഞല്ലേ? നമ്മുടെ ചിരട്ടപ്പൊട്ട് റെഡി ആയിട്ടുണ്ട്. ചിരട്ടപ്പൊട്ട് 2, ചിരട്ടപ്പൊട്ട് 3.